ഹായ് അസ്സലാമു അലൈക്കും. ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ഡ്രീം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇത് എത്ര കഴിച്ചാലും പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. 2 വലിയ പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1.5 പാക്കറ്റ് ബിസ്ക്കറ്റാണ് കേട്ടോ ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ് കേട്ടോ. ഇത് കുട്ടികൾക്ക് പോലും വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു കോഴിമുട്ട കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/3 കപ്പ് പാല് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. കേക്ക് ബേക്ക് ചെയ്യുന്ന കേക്ക് ട്രേ നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെക്കണം. ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് ഞാനിത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ബാറ്റർ റെഡിയാക്കാനായിട്ട്. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ബാറ്റർ റെഡിയാക്കി കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ട്രേയിലാണ് ഞാൻ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അതിലേക്ക് ബാറ്റർ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. ഇതിൽ എയർ ബബിൾസൊക്കെ കളഞ്ഞിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്കിത് കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ബാറ്റർ കുറവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബേക്കായി കിട്ടും. ഇനി ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് പഞ്ചസാരയും 1/2 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അതൊന്ന് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4 ബിസ്ക്കറ്റ് ഞാൻ ഇതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് ലാസ്റ്റ് ആവശ്യമായിട്ടുണ്ട്. ഈ ഒരു ബിസ്ക്കറ്റും ക്രീമും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് വീടിൻ്റെ ബാക്ക് വശത്ത് ഒരുപാട് കിളികൾ വന്നിട്ട് നിർത്താണ്ട് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ കപ്പളത്തിൻ്റെ മരമുണ്ട്, അതിൽ കപ്പളങ്ങ പഴുത്ത് കിടക്കുന്നുണ്ട്. അതിൻ്റെ ചുറ്റിരുന്നിട്ടാണ് ഈ സൗണ്ടൊക്കെ കേൾപ്പിക്കുന്നത്. കേക്കിലെ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തിട്ട് ഈ ട്രേ തന്നെയാണ് കേട്ടോ ഞാൻ കേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കേക്ക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് ഒഴിക്കുമ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോഫി സിറപ്പ് ഇതിലേക്ക് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്രീം മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് വേണം നമുക്ക് അടുത്ത ലെയർ റെഡിയാക്കി എടുക്കാനായിട്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അടുത്ത ലെയറായിട്ട് ഞാൻ ചോക്ലേറ്റ് ക്രീമാണ് കേട്ടോ ചേർക്കുന്നത്. ചോക്ലേറ്റിലേക്ക് ചൂടുള്ള വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ചോക്ലേറ്റ് ക്രീം മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അടുത്ത ലെയറായിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ലെയർ ചോക്ലേറ്റ് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ ഇത് അങ്ങോട്ട് കട്ടിയായി പോയിട്ട്, അപ്പോൾ ഞാൻ ഒരുവിധം പാട് വെച്ചിട്ട് ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. കുഴപ്പമില്ല കേട്ടോ, എന്നാലും നമുക്ക് പൊട്ടിക്കുമ്പോൾ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നേരത്തെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ ബിസ്ക്കറ്റ്, അതൊന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡ്രീം കേക്കിൻ്റെയൊക്കെ ലാസ്റ്റ് ലെയറായിട്ട് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കില്ലേ, അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ ഈ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. മാഷാ അല്ലാഹ്, ഒരു രക്ഷയുമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് കഴിക്കും തോറും പിന്നെയും കഴിക്കാൻ തോന്നും കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്.
അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ഈ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ വലിയവരൊന്നും ഇല്ലാട്ടോ, എല്ലാവരും ചോദിച്ച് മേടിച്ച് കഴിക്കും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.